നമസ്കാരം. ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ലോക രാജ്യങ്ങളിൽ ഓരോന്നായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 25 രാജ്യങ്ങളോളം കൊറോണ വൈറസിന്റെ പിടിയിൽ ആണ് എന്നാണ് സ്ഥിരീകരിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. അതേസമയം ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന കണക്കുകൾ യാതൊരു കാരണവശാലും യാഥാർത്ഥ്യമല്ലെന്നും അതിൻ്റെ എത്രയോ മടങ്ങാണ് അവിടെയുള്ള യഥാർത്ഥ സ്ഥിതി എന്നുമാണ് റിപ്പോർട്ടുകളും മറ്റും പുറത്തുവരുന്നത്. ദക്ഷിണ പൂർവേഷ്യൻ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചൈനീസ് സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളുടെ പല മടങ്ങാണ് മരണസംഖ്യയും രോഗബാധിതരുടെ എണ്ണവും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊറോണ വൈറസ് ബാധിച്ച് 565 പേർ മരിച്ചുവെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് വ്യക്തമാവുക. ഇന്നലെ മാത്രം 73 പേർ വൈറസ് ബാധ മൂലം മരിച്ചപ്പോഴാണ് മരണസംഖ്യ 500 കടന്നത്. രോഗബാധിതരുടെ എണ്ണം 28,500 ആയി വരുന്നു. 3,694 പേർ പുതുതായി വൈറസ് ബാധ കണ്ടെത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുകയാണ്. അമേരിക്കയിൽ 12 പേർക്ക് പുതുതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ചൈനയ്ക്ക് പുറമെ ഹോങ്കോങ്ങിലും ഫിലിപ്പീൻസിലുമാണ് കൊറോണ ബാധിച്ച് മറ്റു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനീസ് സർക്കാർ പുറത്തുവിടുന്നത് യഥാർത്ഥ കണക്കുകളല്ല എന്നും മരണസംഖ്യ 24,000-ലധികമാണെന്നുമാണ് തായ്വാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ വാർത്തയ്ക്ക് എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് പറയാനാകില്ല എങ്കിലും പുറത്തുവരുന്നത് പോലെയല്ല ചൈനയിലെ യഥാർത്ഥ അവസ്ഥയെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു വസ്തുത. വാർത്തകളും മറ്റും പുറത്തുവിടുന്നതിൽ കർശന നിയന്ത്രണമുള്ള ഒരു രാജ്യമാണ് ചൈന. കൊറോണ വൈറസിനെ നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മറച്ചുവെക്കുവാനും യഥാർത്ഥ മരണസംഖ്യ പുറത്തു വന്നാൽ ഉണ്ടായേക്കുന്ന വലിയ ആശങ്കകൾ അല്ലെങ്കിൽ പേടികൾ ഒഴിവാക്കാനുമാണ് യഥാർത്ഥ സംഖ്യകൾ പുറത്തുവിടാതെ സൂക്ഷിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുത. ചൈനയിൽ കൊറോണ വൈറസ് ബാധ മൂലം 24,589 പേർ മരിച്ചോ എന്ന തായ്വാൻ മാധ്യമത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെ ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലും സമാനമായ സംഭവം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയായ ടെൻസെന്റ് കൊറോണ വൈറസ് മരണസംഖ്യയുടെ യഥാർത്ഥ നമ്പർ ചോർത്തിയെന്നും ഇത് 24,000-ൽ അധികമുണ്ടെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇരട്ടിയല്ല 4 ഇരട്ടിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കൊറോണ വൈറസ് സംഖ്യയുടെ യഥാർത്ഥ നമ്പർ ചോർത്തിയെന്നും ഇത് 24,000-ൽ അധികമുണ്ടെന്നുമാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 1,54,023 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നും 24,589 പേർ മരിച്ചുവെന്നുമാണ് റിപ്പോർട്ടിൽ നിന്ന് പറയുന്ന വസ്തുത. ടെൻസെന്റിന്റെ എപ്പിഡമിക് സിറ്റുവേഷൻ ട്രാക്കറിൽ ഫെബ്രുവരി 1 വന്ന കണക്കുകളാണ് 24,589 പേർ മരിച്ചു എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഫെബ്രുവരി 2 ഇതേ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത കണക്കുകൾ പ്രകാരം വെറും 304 ആൾക്കാരാണ് മരിച്ചത്. സർക്കാർ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ടെൻസെന്റ് കണക്കുകൾ തിരുത്തിയതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത. എന്തായാലും ചൈനയുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ മരണം 600 അടുത്തിരിക്കുന്നു. ഫെബ്രുവരി 1 കണക്കുകൾ രേഖപ്പെടുത്തിയതിൽ പിഴവ് സംഭവിച്ചതാണോ അതോ സർക്കാർ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നമ്പറുകൾ ചുരുക്കി നൽകിയതാണോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത്. എന്തായാലും ചൈനയുടെ ഇത്തരത്തിലുള്ള ഇടപാട് ഏത് വിധത്തിൽ ഇടപെട്ടാലും ഒരുപക്ഷെ അത് വലിയ ആശങ്കകൾ തന്നെയാകും ലോക ജനതയ്ക്ക് നൽകുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.